Go. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ പുതിയ ഒരു വീഡിയോ വരുമ്പോൾ അതിൻ്റെ പ്രത്യേകതയാണ് മനസ്സിലാക്കേണ്ടത്. ഹിജാബിൽ തട്ടി സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ 2-3 ദിവസമായിട്ട് കണ്ടുവരുന്ന ഒരു വലിയ വാർത്തയുണ്ട്. ഹിജാബും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളും വിശകലനങ്ങളും ഡിബേറ്റുകളും എല്ലാം ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ട് കഴിഞ്ഞു. നമ്മളൊരു കാര്യം ആലോചിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തിക്കാളി നിന്നിട്ടുള്ള ഒരു വിഷയമാണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണപ്പാളിയും സ്വർണ്ണത്തട്ടലും മറ്റുള്ള അനുബന്ധ പ്രശ്നങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. നമ്മളിവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം, ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കാര്യങ്ങൾ നോക്കുന്ന ഒരു വലിയ സംവിധാനവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് വാങ്ങിക്കൊടുത്ത് വിജയം വരിച്ച് ഭരണം പിടിച്ചു കൊടുക്കുന്ന ആളുകളെ ഒരു പ്രശാന്ത് കിഷോറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പുതിയ ഒരു കിഷോർ കേരളത്തിലും അവതരിച്ചു എന്ന് വേണം നമ്മൾ കരുതുവാൻ. കാരണം പമ്പ പോലീസ് സ്റ്റേഷനിലെ 3001 എന്ന് പറയുന്ന 2 FIR ഇട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണപ്പാളിയും സ്വർണ്ണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്ത് നിൽക്കുന്ന നിമിഷമാണ്. ഈ വിഷയം കൂടുതൽ കത്തി കാര്യങ്ങളിലേക്ക് പോകും എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്താണ് നമ്മൾ ഈ പ്രശാന്ത് കിഷോറിന്റെ കഥ പറയുന്നത് പോലെ കേരളത്തിലെ ഏതോ ഒരു ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ഒരു വലിയ സംഭവമാണ് നമ്മളിപ്പോൾ കാണുന്ന പള്ളുരുത്തി സ്കൂളിലുണ്ടായ ഈ ഹിജാബുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. നമുക്കറിയാം അത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. പള്ളുരുത്തി സ്കൂളിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിനാണെങ്കിലും ഏത് വിഭാഗം നടത്തുന്ന സ്കൂളുകളായാലും അതിന് ഒരു ഡ്രസ് കോഡ് ഉണ്ട് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ അത് തന്നെ നടന്നു പോകൂ, അത് തന്നെയാണ് അതിൻ്റെ നിയമം, അതേ ഇവിടെ നടക്കൂ എന്നുള്ളത് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇലക്ഷൻ നിരീക്ഷണം പോണക്ക് തന്നെ പഠനം നടത്തുന്ന, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന, അല്ലെങ്കിൽ അതുമായി വിവിധ തരത്തിലുള്ള വിശകലനങ്ങൾ ജനങ്ങളോട് ചോദിച്ചറിയുന്ന ഒരു വിഭാഗം ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നാമത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത്, LDF സർക്കാരിൻ്റെ കാലത്ത് ഭരണം നടത്തി കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും വന്നപ്പോൾ അന്ന് അവർ വെച്ചിട്ടുള്ള ആ ആപ്തവാക്യം നമുക്കറിയാം. വീണ്ടും പിണറായി സർക്കാർ, LDF സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു ക്യാമ്പയിൻ തന്നെയാണ് നടത്തിയത്. എല്ലാം ഭദ്രമാണ്, ജനങ്ങളെല്ലാം അവരെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് രണ്ടാമത്തെ ഭരണവും പിടിച്ച് 10 വർഷം, ഏതാണ്ട് 9 വർഷം കഴിഞ്ഞു ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനാണ് വരാനുള്ളത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ നിയമസഭാ ഇലക്ഷനും വരും. നമുക്കറിയാം, ഇപ്പോൾ ശബരിമല വിഷയത്തിൽ വിവാദങ്ങൾ പൊന്തിക്കൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ഭക്തരുടെ ഉള്ളിൽ, കാരണം അതിന് ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഇതിനകത്ത് ഭക്തന്മാരായിട്ടുണ്ട്, അയ്യപ്പ ഭക്തരുണ്ട് എന്നുള്ളതും വിവിധ മതത്തിൽ, ജാതികളിൽ അല്ലെങ്കിൽ വിവിധ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് പോലും ആ ഒരു വിശ്വാസമുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഏതോ കിഷോറന്മാരുടെ തലയിൽ ഉദിച്ച ഒരു വിവാദമാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം SDPI പോണക്കുള്ള സംഘടനകളെ കയ്യിലെടുത്തുകൊണ്ട് ഇന്ന് വരെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഇന്ന് വരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ പറഞ്ഞു വിട്ടുകൊണ്ട് അതിൻ്റെ പിന്നിൽ അവിടെ ഒരു വസ്ത്രം ധരിച്ച്, ഹിജാബ് ധരിച്ചുകൊണ്ട് പോകുന്നതിന് അല്ലെങ്കിൽ യൂണിഫോമിന് വിരുദ്ധമായിട്ടൊരു പണി ചെയ്യുമ്പോൾ
ആ സ്കൂൾ അതിനെ എതിർക്കും എന്ന് നന്നായിട്ട് അവർക്ക് ബോധ്യപ്പെടും. ഇതൊരു വലിയ അജണ്ട തന്നെയാണ് എന്നുള്ളതിന് സംശയം വേണ്ട. എല്ലാ ആളുകളും അതിനകത്ത് വീണു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഹൈന്ദവ സംഘടനകളായാലും ക്രിസ്ത്യൻ സംഘടനകളായാലും മുസ്ലിം സംഘടനകളായാലും എല്ലാവരും ഹിജാബിൽ വീണു കഴിഞ്ഞു. അതിൻ്റെ ചർച്ച നമ്മൾ നടക്കുന്ന സമയത്ത് സ്വർണ്ണപ്പാളിയും തട്ടിപ്പും എല്ലാം അത് മുക്കി എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ അവരുടെ മനസ്സിൽ കാണുന്നുണ്ട്. ഇവിടെ രണ്ട് വിഷയങ്ങൾ ഉണ്ടാകുന്നു. ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം അത് ഏത് രീതിയിലാണ് അതിൻ്റെ നിയമപരമായി തണുപ്പിക്കേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് അത് ഹൈക്കോടതി വരെ ആ വിഷയം എത്തിച്ചേർന്നപ്പോൾ മുൻ ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് അത് യൂണിഫോം ഒക്കെ നടപ്പാക്കേണ്ട അവരുടെ അവകാശം ആ സ്കൂളുകൾക്കാണ് എന്നുള്ള ഒരു വിധിയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന വർഗീയ വിവാദത്തെ കത്തിച്ചുകൊണ്ട് ഒരു വർഗീയ സംഘർഷത്തിന് വേണ്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഒരു വിഷയം അവിടെ തീരുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെ കത്തിച്ചു നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ കൂടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞ ഒരു വിഷയം കൂടി ഞാൻ സൂചിപ്പിക്കാം. കാരണം ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ആ വിഭാഗത്തിൽ തന്നെ രണ്ട് വിഭാഗമായി തിരിഞ്ഞു എന്ന് നമുക്ക് ഈ ചില സംഭവങ്ങളും ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ രണ്ട് വിഭാഗമായി തിരിഞ്ഞു എന്ന് പറയുമ്പോൾ BJP ഉൾപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നടത്താനും അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ബന്ധപ്പെട്ടു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ BJPയുടെ ഭാഗത്തേക്ക് ക്രിസ്ത്യൻ വിഭാഗം അടുക്കും, വോട്ട് ചെയ്യും എന്നുള്ളൊരു തോന്നല് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മറുഭാഗത്തുള്ളവരെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് അവിടെയും വോട്ട് ചെയ്യും. അപ്പൊ ക്രിസ്ത്യൻ വോട്ടുകളെ ഭിന്നിപ്പിക്കാനായിട്ട് ഇവിടെ സാധിച്ചു എന്നുള്ളത് ഒന്നാമത്തെ ഒരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹിജാബിൽ മുങ്ങിക്കഴിയുന്ന ഉടനെ ക്രിസ്ത്യൻ സംഘടനകളോ ഹിന്ദു സംഘടനകളോ പോണക്കുള്ള കെട്ടുറപ്പിലല്ല മുസ്ലിം സംഘടനകളുടെ കെട്ടുറപ്പ്. ആ ഹിജാബിൽ തട്ടിക്കൊണ്ട് വർഗീയ വികാരം ഇളക്കി വിട്ടുകൊണ്ട് മനസ്സിനകത്ത് ഈ ഒരു ആശയം കയറ്റിക്കൊണ്ട് ആ ഒരു വിഭാഗത്തെ ഒന്നിച്ചു നിർത്തി അതിനകത്ത് ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മുസ്ലിം ലീഗ് പോണക്കുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത് ബന്ധപ്പെടുത്തി അതിന് വോട്ട് വാങ്ങും, അതിന് വിജയിപ്പിക്കും. അപ്പോൾ ഒരു വിഭാഗം ക്രിസ്ത്യൻ വിഭാഗം അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ BJPക്ക് കുറച്ച് സീറ്റ് കിട്ടിയെങ്കിലും അടുത്ത ഭരണം കൂടി LDFന് കിട്ടും എന്ന് അവർ നന്നായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഈ പമ്പര വിഡ്ഢികളൊക്കെ മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു പ്രധാന അഭിപ്രായം. കാരണം ഇതിൻ്റെ പിന്നിൽ വലിയൊരു കിഷോറന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രശാന്ത് കിഷോർ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ അതിൽ വലിയ കിഷോറന്മാർ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമാണ് ഒന്നാം പിണറായി സർക്കാർ അത് രണ്ടാം സർക്കാരായി മാറിയതും ഇനി അത് മൂന്നാം സർക്കാരായിട്ട് മാറാൻ അധിക ദിവസങ്ങളൊന്നും വേണ്ട എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇതേ രീതിയിലുള്ള ഇങ്ങനെയുള്ള കാരണം SDPI ഒക്കെ ഇറക്കി വിട്ടുകൊണ്ട് ഒരിക്കലും ഒരു വിവാദം സൃഷ്ടിക്കാത്ത ഒരു പള്ളുരുത്തി സ്കൂളിലേക്ക് ആ ഒരു കുട്ടിയെ വിട്ടുകൊണ്ട് അതിൻ്റെ പുറകെ SDPIക്കാർ അതിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ പുറകെ ചെന്നതും ഇതിനെ ചർച്ചയാക്കിയതും ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ ഹിജാബ് എടുത്തു വെച്ച് അലക്കിക്കൊണ്ട് ചർച്ചകളും അതിൻ്റെ മുകളിൽ ചർച്ചകളുമായിട്ട് ശബരിമല ഈ സ്വർണ്ണപ്പാളി തട്ടിപ്പിനെ ഒതുക്കി മാറ്റി എന്നുള്ളത് ശരിയായ കാര്യമല്ലേ? ഇത് ഹൈന്ദവ സംഘടനകൾ ശ്രദ്ധിക്കണ്ടേ? ആ ഹിന്ദു സംഘടനകളിലെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്ത സംഘടനകൾ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ ദേവസ്വം ബോർഡിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശബരിമല വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് കിട്ടിയ ഒരു അവസരം അതിന് വിനിയോഗിച്ചു. എല്ലാവരും ഹിജാബിൽ കയറി പിടിച്ചു. ഇനി ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരുടെ മനസ്സിൽ നിന്ന് സ്വർണ്ണപ്പാളി തട്ടിപ്പും അല്ലെങ്കിൽ ഇവിടുത്തെ ഇത്രയും വലിയ ഗൗരവമായ അല്ലെങ്കിൽ ഗുരുതരമായ വിഷയങ്ങളെല്ലാം ഒതുങ്ങിത്തീരും. അത് ചർച്ച ചെയ്യപ്പെടത്തില്ല. ഇത് ഗവൺമെന്റിനും വരുന്ന പഞ്ചായത്ത് ഇലക്ഷനെ ഇത് ബാധിക്കത്തില്ല. അതേ രീതിയിലുള്ള കുൽസിത ശ്രമങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ദയവായിട്ട് ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളൊരു അഭിപ്രായം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത് വലിയ അജണ്ടയാണ്.
ഈ അജണ്ട വെച്ച് പുലർത്തിയാൽ ഇതുപോലൊക്കെയുള്ള, കാരണം ഇത് പല പ്രശാന്ത് കിഷോർമാരും കേരളത്തിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കുന്നുണ്ടാവും. ജനങ്ങളുടെ മനസ്സിലേക്ക് ഇന്ന് ആഴത്തിൽ ഇറങ്ങുന്ന എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിനെ തിരിച്ചുവിടാനായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതാണ് രാഷ്ട്രീയ പാർട്ടി, അതാണ് പ്രസ്ഥാനങ്ങൾ. അവർ ആ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ബുദ്ധിവഴി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ തുടർഭരണങ്ങൾ കിട്ടൂ. അത് തന്നെയാണ് ഇനിയുള്ള തുടർഭരണത്തിലും ഇത് തന്നെ, ഈ ആശയങ്ങൾ തന്നെ വരും. എല്ലാം ഭദ്രം, സുരക്ഷിതം, കൈകളിൽ ഭദ്രം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ആശയവുമായിട്ട് ഗവൺമെന്റ് വരും എന്നുള്ളത് കൊണ്ട് നമുക്കറിയാം. കോൺഗ്രസിൽ തന്നെ വിള്ളലുണ്ടാക്കി ആ കോൺഗ്രസിന്റെ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അത് ഒരു വിഭാഗം ആ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതേ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം വിഭാഗങ്ങളും ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന UDF പോണക്കുള്ള ആ ഒരു പ്രസ്ഥാനത്തെ തന്നെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി വിടാനായിട്ടുള്ള ഒരു കുൽസിത ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഹിജാബ് എന്ന് പറയുന്നതിന് സംശയം വേണ്ട. അപ്പൊ ശബരിമല വിവാദം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി ഹിജാബിൽ തട്ടി തെറിച്ചു കഴിഞ്ഞു. ഇനി പുതിയ വിഷയവുമായിട്ട് അടുത്തൊരു വിഷയവുമായിട്ട് കയറി വരും. ഇത് വർഗീയപരമായിട്ടുള്ള വിഷയങ്ങൾ ഇളക്കി വിട്ടാൽ അത് മാനസികമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാകും, അവിടെ ചർച്ച ചെയ്യപ്പെടും. ഒരു വിഭാഗത്തെ ഒന്നിച്ചു നിർത്തും, മറ്റൊരു വിഭാഗത്തെ, ക്രിസ്ത്യൻ വിഭാഗത്തെ രണ്ടായി തട്ടി തെറിപ്പിക്കാം എന്നുള്ളതെല്ലാം ഇതിന്റെ പിന്നിലെ കാഴ്ചപ്പാടാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ വിഭാഗമുണ്ട്, അത് ഇതൊന്നും കേട്ട് കഴിഞ്ഞാൽ ആരുടെയും തലയിൽ ഒന്നും കയറുന്ന ഒരു ഏർപ്പാടില്ല. എല്ലാ ആളുകൾക്കും മുന്നിൽ വന്ന് കെട്ട് അനുഭവിച്ചു കഴിയുമ്പോൾ മാത്രമേ ആ ഒരു വിഭാഗം ഇതിനെ സംബന്ധിച്ച് അയ്യോ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നെടുവീർപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടുത്തെ 3 വിഭാഗങ്ങളോടും എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഇതേ ഉള്ളൂ. രാഷ്ട്രീയം എന്ന് പറയുന്ന കാളകൂടം അത് എത്രമാത്രം ശക്തിയാണ്, എത്രമാത്രം വിശാലമാണ്, എത്രമാത്രം കാഴ്ചപ്പാടാണ്, എത്രമാത്രം ദീർഘദൃഷ്ടിയാണ് എന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചാൽ അവരവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ വാൾ എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. എന്തായാലും ഈ സ്വർണ്ണപ്പാളി വിവാദത്തെ ഈ രീതിയിലെങ്കിലും തിരിച്ചുവിടാൻ കഴിഞ്ഞ പ്രശാന്ത് കിഷോർമാരുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇവിടുത്തെ LDF സർക്കാരിന്റെ അല്ലെങ്കിൽ LDF വിഭാഗത്തിന്റെ ഈ ഒരു ബുദ്ധിയെ അപാരം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബുദ്ധിയെ നമ്മൾ അങ്ങേയറ്റം ശിരസ നമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ലത് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും നന്ദി, നമസ്കാരം.